ഹലോ നഴ്സസ്, ഞാൻ സവിത. ഏവരും അറിഞ്ഞു കാണുമല്ലോ, റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തുന്ന നഴ്സിംഗ് സൂപ്രണ്ട് എക്സാമിനേഷൻ സിറ്റി ഡീറ്റെയിൽ വന്ന കാര്യം. അതിന് വേണ്ടിയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ഒരു ലിങ്കിൽ ഓപ്പൺ ചെയ്യുകയും അതിൽ രജിസ്റ്റർ നമ്പർ അതോടൊപ്പം പാസ്വേഡും നമ്മൾ അടിച്ചു കൊടുക്കുക. പാസ്വേഡ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, നമ്മുടെ ഏത് ഡേറ്റാണ്, ഏത് മാസമാണ്, ഏത് വർഷമാണെന്നുള്ളത് അടിച്ചു കൊടുക്കുക. അത് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പണായി വരുന്ന ഒരു പേജുണ്ട്. അതിൽ നമ്മുടെ കാൻഡിഡേറ്റ് ഡീറ്റെയിൽ ആണ്, പേര്, നമ്മുടെ ഫാദേഴ്സ് നെയിം, കാറ്റഗറി, അതൊക്കെ. അതിൻ്റെ റൈറ്റ് സൈഡിൽ, ആ പേജിൻ്റെ റൈറ്റ് സൈഡിൽ ഓൾ എന്നൊരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ സിറ്റി ഏതാണെന്ന് കാണാനും അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനും കഴിയും. ഈ ഡൗൺലോഡ് ചെയ്തെടുത്ത പേപ്പറിൽ നമ്മുടെ എക്സാമിനേഷൻ സിറ്റിയും അതോടൊപ്പം എക്സാമിനേഷൻ ഡേറ്റും ഉണ്ട്. 28, 29, 30 ദിവസങ്ങളിലായാണ് എക്സാം നടക്കുന്നത്. അതിൽ ഏത് ഡേറ്റാണ് നമുക്ക് ലഭ്യമായത്, അതോടൊപ്പം തന്നെ ഏത് ഷിഫ്റ്റാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് നോക്കണം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഷിഫ്റ്റിലാണ് ടൈം പോകുന്നത്. അതിൽ റിപ്പോർട്ടിംഗ് ടൈം, ഗേറ്റ് ക്ലോസിംഗ് ടൈം ആൻഡ് എക്സാമിനേഷൻ സ്റ്റാർട്ടിംഗ് ടൈം അങ്ങനെയുണ്ട്. അതിലിപ്പം ഒരു 29-ാം തീയതിയാണ് കിട്ടിയിരിക്കുന്നത് എക്സാമെങ്കിൽ ചിലപ്പം സെക്കൻഡ് ഷിഫ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റ് ആയിരിക്കാം. ഏത് ഷിഫ്റ്റ് ആണെങ്കിലും 1 മണിക്കൂറിനുള്ളിൽ തന്നെ റിപ്പോർട്ടിംഗ് ടൈമിന് മുമ്പ് നമ്മൾ എത്താൻ ശ്രമിക്കുക. സെക്കൻഡ്, തേർഡ് ഷിഫ്റ്റുകൾ ലഭ്യമായിട്ടുള്ളവർ മാക്സിമം നേരത്തെ തന്നെ എത്താൻ ശ്രമിക്കുക. കാരണം ട്രാഫിക് പ്രശ്നങ്ങളുമൊക്കെ വരുന്നതാണ്. അപ്പം അങ്ങനെ ഡിലേ ആകാൻ പാടില്ല. അതോടൊപ്പം തന്നെ എക്സാമിനേഷൻ പോകുമ്പോൾ നമ്മളുടെ ആധാർ കാർഡ്, അതുപോലെ വേറൊരു ID പ്രൂഫ്, അതിപ്പം നമ്മുടെ വോട്ടർ ID, ആധാർ കാർഡ്, വോട്ടർ ID കാർഡ്, പാൻ കാർഡ്, ലൈസൻസ്, പിന്നെ SSLC മാർക്ക് ലിസ്റ്റ് ഒറിജിനൽ, ഇതിൻ്റെ എല്ലാം ഒറിജിനൽ, ഇതിൻ്റെ ഏതെങ്കിലും ഒരെണ്ണമോ ആധാർ കാർഡോ ആയിട്ട് വേണം നമ്മൾ പോകാൻ. ഒരു പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോയും വേണം. 90 മിനിറ്റ് കൊണ്ട് നടക്കുന്ന ഈ എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. അതിൽ 120 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിൽ ഓരോ ക്വസ്റ്റ്യൻ റോങ് ആകുന്നതിനനുസരിച്ചും 1/3 മാർക്കാണ് നമുക്ക് മിസ്സായി പോകുന്നത്. അതും കൂടി നമ്മൾ ഓർക്കുക. പിന്നെ ഈ എക്സാമിനേഷൻ്റെ ഡൗൺലോഡ് ചെയ്തെടുക്കണം. നമ്മുടെ അഡ്മിഷൻ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് എക്സാമിനേഷന് ഒരു 4 ദിവസം മുമ്പായിരിക്കും ചിലപ്പം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നമുക്ക് നിർദ്ദേശം വരിക.